ഒരു മനുഷ്യരെയും ചതിക്കല്ലേ, ഒരു മനുഷ്യരെയും വഞ്ചിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടല്ലോ, വാപ്പാന്റെ പ്രതീക്ഷകളെ തകർത്തു കളയുകയാണ്. ഗൾഫ് നാടുകളിൽ കടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. ഈ കടുവാ പള്ളിയിലുള്ള എത്രയോ പാവപ്പെട്ടവർ ഗൾഫ് നാടിൽ കടന്ന് കാളകളെ പോലെ ഉറങ്ങാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, അറബികളുടെ അടിമകളെ പോലെ ജോലി ചെയ്യുകയാ. അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് പണമുണ്ടാക്കി കൊടുക്കുമ്പോൾ ശംഖുമുഖം കടപ്പുറത്തിലും അതുപോലെ തിരുവനന്തപുരത്ത് കോവളത്തിലും പാപനാശത്തിലും തന്റെ കാമുകനെയും കൊണ്ട് വരദയും ധരിച്ചുകൊണ്ട് ഹെലിമെറ്റും ഇട്ടുകൊണ്ട് കറങ്ങുന്ന പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുണ്ടല്ലോ, ഭർത്താവ് കിടക്കണ്ട കിടപ്പറയിലേക്ക് അമുസ്ലിമായ ഓട്ടോക്കാരനെയും ഏതെങ്കിലും ഒരുത്തരെ കിട്ടിയാൽ അവനെ വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറുമ്പോൾ, ഭർത്താക്കന്മാരെ ചതിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ, റോഡിന്റെ ഓരത്ത് ചിരിക്കുന്ന തൊലിവിളപ്പുള്ള പെണ്ണിനെ കാണുമ്പോൾ ദുനിയാവും ആഖിറവും വലിച്ചെറിയുമല്ലേ, അവന്റെ ഈമാന് കുഴിച്ചു മൂടുകയല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എത്ര വലിയ സുന്ദരി വിളിച്ചാലും, എത്ര വലിയ പണക്കാരി വിളിച്ചാലും, എത്ര വലിയ കുടുംബത്തിൽ പിറന്നവളാണെങ്കിലും പൊന്നുമോരെ ഒരു പെണ്ണിന്റെ ചതിയിൽ വീണു പോകല്ലേ. നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, ആ പെണ്ണിനെ നീ മറക്കല്ലേ മോനെ. ഗൾഫ് നാടുകളിൽ കടന്ന് നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടി രാപ്പകലുകൾ രക്തം വെള്ളമാക്കിയിട്ട് കഷ്ടപ്പെടുന്ന നിന്റെ പ്രിയതമനെ മറക്കല്ലേ മോളെ. അവൻ 1 വർഷമായാലും 2 വർഷമായാലും നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ കഴിയുന്നില്ലെങ്കിലും, പക്ഷേ മോളെ എന്നെങ്കിലും അവൻ വരും മോളെ, എന്നെങ്കിലും വരും മോളെ. അവസരം കിട്ടുമ്പോൾ ആരും അറിയില്ലെന്ന് പറഞ്ഞിട്ട്, ആരും കാണില്ലെന്ന് പറഞ്ഞിട്ട് നിന്നെ പലരും പല മോഹവാഗ്ദാനങ്ങൾ തരുമ്പോൾ ചതിക്കുഴിയിലേക്ക് വീണു പോകല്ലേ സഹോദരാ. ഏതെങ്കിലും കടുവാ പള്ളിയിലുള്ളവർ സുന്ദരി പെണ്ണ് വിളിക്കുമ്പോൾ, എനിക്ക് നിന്നെ വേണ്ടടി, എനിക്ക് നിന്നെ വേണ്ടടി, എനിക്ക് അല്ലാന്റെ സ്വർഗം മതിയടി എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? അതാ ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാ. യാഫി എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, യാഫി റഹ്മത്തുള്ളാഹി കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ ശരീരത്ത് നിന്ന് സുഗന്ധമടിച്ചു വീശുകയാണ്. എല്ലാവരും ചോദിക്കുന്നു, യാഫിയേ എവിടെന്നാടായി സുഗന്ധം, എവിടെന്നാടായി സുഗന്ധം? യാഫിക പറയുകയാ, എന്റെ ശരീരത്ത് സുഗന്ധം തേച്ചിട്ടില്ല. അവസാനം യാഫി എന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിനകത്ത് വന്നിരിക്കുമ്പോൾ ഒരു മഹാനായ മനുഷ്യൻ കടന്നു വരികയാ. യാഫി റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നു, മോനെ എവിടെന്നാടായി സുഗന്ധം, എവിടെ നിന്നാടായി സുഗന്ധം? സഹിക്കാൻ കഴിയുന്നില്ല മോനെ. യാഫി എന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ മുഖത്തേക്ക് കൈയെടുത്തടച്ചു വെച്ചിട്ട് യാഫി എന്ന ചെറുപ്പക്കാരനൊരു കഥ പറഞ്ഞു കൊടുക്കുകയാ. നാളുകൾക്ക് മുമ്പുണ്ടല്ലോ, ഈ രാജ്യത്തെ രാജാവിന്റെ മകളുണ്ടല്ലോ, തോഴിമാരെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ, കൊട്ടാരത്തിലേക്ക് എന്നെ വിളിക്കുകയാ. കൊട്ടാരത്തിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ തോഴിമാർ ഓരോ കവാടങ്ങളും അടയ്ക്കുകയാ. അവസാനമതാ രാജാവിന്റെ കൊട്ടാരത്തിന്റെ പുന്നമകളുടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ രാജാവിന്റെ സുന്ദരിയായ മകളുണ്ടല്ലോ, ആ നാട്ടിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണുണ്ടല്ലോ, ഏത് ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന പെണ്ണുണ്ടല്ലോ, തന്റെ ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് തന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് തന്റെ ശരീരത്തേക്ക് കെട്ടിപ്പിടിക്കുകയാ. യാഫി എന്ന ചെറുപ്പക്കാരന് ചുംബനം കൊടുത്തിട്ട് പറയുന്നു, യാഫിയേ എനിക്ക് നിന്നെ വല്ലാത്ത മോഹമാടാ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ. ഒരു വട്ടമെങ്കിലും എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ. ഇതിനകത്ത് കിടന്ന് എന്ത് കാണിച്ചാലും ഒരു മനുഷ്യനും അറിയില്ലടാ. എന്റെ ആഗ്രഹം സാധിച്ചു തരാറ് തന്റെ ശരീരം കാണിച്ചുകൊണ്ട് യാഫി എന്ന ചെറുപ്പക്കാരന്റെ മുന്നിൽ രാജാവിന്റെ പൊന്നുമകള് കിടന്ന് കേഴുകയാ. എന്നിട്ട് ഒരുങ്ങടാ എന്ന് പറഞ്ഞ് വിലപിടിപ്പുള്ള വസ്ത്രമെടുത്ത് കൊടുത്തിട്ട്
മണിയറയുടെ വാതിലടച്ചിട്ടിറങ്ങി പോകുമ്പോ യാഫി എന്ന ചെറുപ്പക്കാരനതാ സുജൂദിലേക്ക് വീഴുകയാണ്, പൊട്ടിക്കരയുകയാ, പടച്ചവരോട് പറയുകയാണ്, അല്ലാഹുവേ, രാജാവിന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്താണ് റബ്ബേ, ഈ പെണ്ണിന്റെ ചതിയിൽ നിന്ന് കാക്കടേ റബ്ബേ. അല്ലാഹുവേ, എനിക്ക് നീ എന്റെ ശരീരത്തിന് സ്വർഗം ഹറാമാക്കല്ല റബ്ബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മണിയറയ്ക്കകത്തിരുന്ന് കരയുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരാ, കടുവാപ്പള്ളിയുടെ ഹൈവേയുടെ സൈഡില് ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടല്ലോ, റോഡിന്റെ ഓരത്ത് നിന്നിട്ടൊന്ന് പുഞ്ചിരിക്കുമ്പോൾ അവളുടെ പുറകെ നടന്ന് ഫോൺ നമ്പർ വാങ്ങുകയല്ലേ, രാത്രികൾ മുഴുവനും പകലാകുകയല്ലേ, ഗൾഫുകാരന്റെ ഭാര്യമാരെ വലയ്ക്കുകയല്ലേ, കഷ്ടപ്പെട്ടിട്ട് അവസാനം അതാരും അറിയാതെ വീടിന്റെ മതിൽ ചാടിയിട്ട് അകത്ത് പോയിട്ട് കാര്യം നടത്തിയിട്ട് ഇറങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സിലൊരു തോന്നലുണ്ട്, എന്നെ ആരും കണ്ടില്ലല്ലോ, എന്നെ ആരും അറിഞ്ഞില്ലല്ലോ. പക്ഷേ ചെറുപ്പക്കാരാ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും മോരെ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമടാ. അന്ന് നിന്റെ കുടുംബത്തിന്റെ അഭിമാനം കുടിച്ചു മൂടുകയാടാ, നിന്റെ ഈമാൻ പോവുകയാടാ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, കാമുകനെ വിളിച്ചിട്ട് കിടപ്പറ തുറന്നു കൊടുക്കുമ്പോൾ ആ കിടപ്പിൽ കിടന്നെങ്കാടും എന്റെ പൊന്നു പെങ്ങളെ, ആ കിടപ്പിലാ നിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ കടന്നു വരുന്നതെങ്കിൽ എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കേവലം ഒരു അല്പനേരത്തെ സുഖത്തിന് വേണ്ടി നിന്റെ ജീവിതം വലിച്ചെറിയല്ലേ പെണ്ണേ. അതാ എന്റെ സഹോദരിമാരോട് പറയുകയാ, ആ കിടപ്പിലാ നീ കിടന്ന് മരിച്ചു പോകുന്നതെങ്കിൽ ആദ്യമായിട്ട് നിന്നെ ശപിക്കുന്നത് ആരാണെന്നറിയുമോ? നിന്റെ ശരീരത്ത് വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ, അവരങ്ങോട്ടിറങ്ങുകയാ, ആകാശത്തിന്റെ വിരിമാറിലേക്ക് കൈ ഉയർത്തിയിട്ട് അല്ലാഹുവോട് പറയുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിന്നെ സ്തുതിക്കുകയാ പടച്ചവരെ. ഇവളൊന്ന് ചത്തുപോയല്ലോ, ഇവനൊന്ന് മരിച്ചുപോയല്ലോ. എത്രയോ വ്യഭിചാരശാലകളില്, എത്രയോ സിനിമാ തിയേറ്ററിന്റെ ഉള്ളറകളില്, എത്രയോ ബീച്ചുകളില് അന്യ പെണ്ണിന്റെ കൂടെ സാക്ഷിയാക്കിയവരാ പടച്ചവരെ. ഇവരോട് കരുണ കാണിക്കല്ല റബ്ബേ, ഇവന് സ്വർഗം കൊടുക്കല്ലേ എന്ന് മലക്കുകൾ പോലും നിനക്കെതിരെ ദുആ ചെയ്യുമെങ്കിൽ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, മണിയറയ്ക്കകത്ത് കിടന്നിട്ട് പൊട്ടിക്കരയുകയാ. യാഫി എന്ന ചെറുപ്പക്കാരൻ ചാടി എഴുന്നേൽക്കുകയാ, സുജൂദിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. എന്റെ ശരീരമാണല്ലോ ഈ പെണ്ണ് ആഗ്രഹിക്കുന്നത്, അവിടെ ഇരുന്ന് വിസർജനം നടത്തുകയാണ്, അവിടെ ഇരുന്ന് വിസർജനം നടത്തുകയാ. വിസർജനം വാരി തന്റെ ശരീരത്തേക്ക് തേച്ചിട്ട് നിൽക്കുമ്പോൾ രാജാവിന്റെ പൊന്നുമോളുണ്ടല്ലോ, മണിയറവാതിൽ തുറന്നകത്തേക്ക് കടന്നു വരുമ്പോൾ യാഫി എന്ന ചെറുപ്പക്കാരന്റെ കോലം കണ്ടിട്ട് ആ പെണ്ണ് ചോദിക്കുന്നു, എടാ യാഫിയേ, എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? ഇതിനകത്ത് കിടന്ന് എന്ത് കാണിച്ചാലും ആരും അറിയില്ലല്ലോ. ഒരു പ്രാവശ്യമെങ്കിലും എന്റെ മോഹമൊന്ന് സാധിച്ചു തന്നുകൂടെ? യാഫി എന്ന ചെറുപ്പക്കാരരോട് ചോദിക്കുമ്പോൾ യാഫിക പറയുന്നു, പെണ്ണേ, ആര് കണ്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് മോളെ. ഇന്നീ അഖാഫുല്ലാഹ്, പടച്ചവനെ എനിക്ക് പേടിയാടി. നാളെ പടച്ചവന്റെ മുന്നിൽ എനിക്ക് പോയി നിൽക്കണമടി. എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നാളെ സ്വർഗത്തിൽ പോകണമെന്ന് മോഹമുണ്ടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, രാജാവിന്റെ പൊന്നമകള് മണിയറയ്ക്കകത്ത് നിന്ന് അട്ടിയോടിക്കുമ്പോൾ അതാ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ, കുളിച്ച് ശുദ്ധിയാവുകയാ, കിടന്നുറങ്ങുകയാണ്. തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ
എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് തൗബ ചെയ്തിട്ട് തന്റെ ഓലപ്പരയ്ക്കകത്ത് കടന്നിറങ്ങുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ റസൂല് കടന്നു വരികയാ. ലോകത്തിന്റെ നായകൻ യാഫി എന്ന ചെറുപ്പക്കാരന്റെ കുടിലിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് യാഫിയോട് പറയുകയാ, എഴുന്നേക്ക് യാഫിയേ, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, ആരും അറിയാതെ നിന്നെ വിളിച്ചപ്പോൾ വലിച്ചെറിഞ്ഞവനാണടാ നീ, എഴുന്നേക്കടാ എന്ന് പറഞ്ഞിട്ട് യാഫി എന്ന ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചൊരു ചുടുചുംബനം കൊടുത്തപ്പോൾ ചരിത്രം പറയുകയാ, തന്റെ ശരീരത്ത് നിന്ന് മരിക്കുവോളം സുഗന്ധമടിച്ചു വീശി എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു പെണ്ണിന്റെ തൊലിയുടെ വെളുപ്പിന്റെ മുന്നിൽ നിന്റെ ഈമാന് കുടിച്ചു മൂടല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനെ വഞ്ചിക്കല്ലേ, നിന്റെ മാതാപിതാക്കളെ വഞ്ചിക്കല്ലേ, നിന്റെ സ്വർഗം നീ വലിച്ചെറിയല്ലേ. ഒരു ദിവസം കടുവാപ്പള്ളിയിൽ നിന്റെ വീട്ടിൽ കടന്നുറങ്ങുമ്പോ നിന്റെ വീട്ടിലേക്ക് കടന്നു വരും മോളെ, അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ